ഹായ് കൂട്ടുകാരെ, എല്ലായിടത്തും നല്ല മഴയൊക്കെയാണ് അല്ലേ? നിങ്ങളുടെയൊക്കെ അവിടെ എങ്ങനെ ഉണ്ട്? എല്ലാവരും സേഫ് അല്ലേ? എല്ലാവരും ശ്രദ്ധയോട് കൂടിയിട്ട് ഇരിക്കാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ പുറത്തേക്കൊക്കെ പോകുക എന്നുണ്ടെങ്കിൽ മഴയൊക്കെ നല്ലതുപോലെ ഉണ്ടെന്നുണ്ടെങ്കിൽ മഴയൊക്കെ ഒന്ന് തോരാനും, അതായത് വല്ല ട്രിപ്പോ കാര്യങ്ങളൊക്കെ പോകുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളങ്ങനെ പോകാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. കാരണം ഇപ്പോൾ നമുക്ക് നമ്മുടെ സുരക്ഷയാണ് പ്രധാനം. അപ്പോൾ അതനുസരിച്ചിട്ട് എല്ലാവരും അങ്ങനെ പെരുമാറാനായിട്ട് ശ്രദ്ധിക്കുക. ഹായ് കൂട്ടുകാരെ, നമസ്കാരം. എന്തൊക്കെയാ വിശേഷം? എല്ലാവരും സുഖമായിരിക്കണമെന്ന് വിചാരിക്കണം. ഞാനും ഇവിടെ സുഖമായിരിക്കണു. അപ്പോൾ ഇന്ന് എൻ്റെ കൂട്ടുകാരത്ത് ഞാൻ പങ്കുവെക്കുന്ന വിശേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്ക് ഓരോരുത്തർക്കും, സ്ത്രീ ആണെങ്കിലും പുരുഷനാണെങ്കിലും, നമ്മുടെ ബാല്യം കൗമാരിയൊക്കെ കഴിഞ്ഞാൽ അച്ഛനും അമ്മയും നമ്മളെ വളർത്തിക്കൊണ്ട് വന്നു കഴിഞ്ഞതിന് ശേഷം പിന്നെ നമ്മുടെ ജീവിതത്തിലേക്ക് വരുന്ന ഭർത്താവ് അല്ലെങ്കിൽ ഭാര്യ അല്ലേ, നമുക്ക് ഏറ്റവും വേണ്ടപ്പെട്ടവരായി മാറുന്നത് അങ്ങനെയാണ് അല്ലേ. അപ്പോൾ അങ്ങനെയുള്ള ജീവിതത്തിൽ നിന്നും പുരുഷനാണെങ്കിലും സ്ത്രീ ആണെങ്കിലും അല്ലെങ്കിൽ ഭാര്യ ആണെങ്കിലും ഭർത്താവാണെങ്കിലും നഷ്ടപ്പെടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്ത ഒരവസ്ഥയാണ് അല്ലേ. ചിലപ്പോൾ ഒരുപാട് ഉപദ്രവിക്കുന്ന വ്യക്തിയായിരിക്കാം, അല്ലെങ്കിൽ ഒരു സ്വാതന്ത്ര്യം തരാതെ ഉള്ള വ്യക്തിയായിരിക്കാം, അല്ലെങ്കിൽ നമ്മുടേതായ കാര്യങ്ങൾ ചെയ്തു തരാത്ത വ്യക്തിയായിരിക്കാം, അല്ലെങ്കിൽ പുരുഷനാണെന്നുണ്ടെങ്കിലും ഭാര്യ ഭർത്താവിനെ ഏതു സമയം വിടാതെ പിടിച്ചുകൊണ്ട് നടക്കുന്ന ഒരു സ്ത്രീ ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു സ്വസ്ഥതയും സൗകര്യം കൊടുക്കാത്ത സ്ത്രീ ആയിരിക്കാം. പക്ഷെ എങ്കിലും അങ്ങനെ ഇല്ലാത്ത ഒരു ജീവിതം ചിന്തിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സഹിക്കാൻ പോലും പറ്റാത്ത ഒരവസ്ഥ തന്നെയാണ് അല്ലേ. അങ്ങനെ ഒരു അവസ്ഥയിൽ കൂടെ കടന്നു പോകുന്നവർക്കും അല്ലെങ്കിൽ പോയവർക്കും മാത്രമാണ് അതിനെക്കുറിച്ച് അറിയുള്ളൂ, അല്ലാത്തവർക്ക് അറിയില്ല. പക്ഷെ അതിലും പല രീതിയിലും പല വ്യക്തികളും ഉണ്ട് അല്ലേ. വേറെ കാര്യങ്ങളിലേക്കും ഞാൻ പോണില്ല. നമ്മുടെ പ്രിയപ്പെട്ട ഒരാൾ നഷ്ടപ്പെടുമ്പോഴുള്ള വേദനയും വിഷമം ചിലപ്പോൾ നഷ്ടപ്പെട്ട നിമിഷമാവില്ല നമ്മൾ അതിനെക്കുറിച്ച് ചിന്തിക്കുക. അപ്പം നമ്മൾ പകച്ചു നിൽക്കുന്ന ഒരു കാലമായിരിക്കാം, അല്ലെങ്കിൽ സംഭവിച്ചത് ഇന്നിങ്ങനെ സംഭവിച്ചു എന്നുള്ള സത്യം നമ്മൾ ഉൾക്കൊള്ളാൻ പറ്റാത്ത ഒരവസ്ഥയിലായിരിക്കാം അല്ലേ. അതൊക്കെ കഴിഞ്ഞ് ചിലപ്പോൾ ആൾക്കാരും ബഹളങ്ങളൊക്കെ കഴിഞ്ഞു ദിവസങ്ങൾക്ക് ശേഷം നമ്മൾ ചടങ്ങുകളൊക്കെ കഴിഞ്ഞ് എല്ലാവരും പിരിഞ്ഞു പോയി ഒക്കെ കഴിയുമ്പോഴായിരിക്കാം നമുക്ക് ആ ഒരു ഇത് ഉൾക്കൊള്ളാൻ പറ്റാതെ, അല്ലെങ്കിൽ അങ്ങനെ സംഭവിച്ചു എന്ന് നമുക്ക് സത്യമാണെന്നുള്ളത് മനസ്സിലാക്കിയാലും അതിനെക്കുറിച്ചിട്ട് നമ്മൾ ചിന്തിക്കാതെ ജീവിച്ചു പോവുക അല്ലേ. സ്ത്രീക്ക് പുരുഷനാണെങ്കിലും പുരുഷന് സ്ത്രീ ആണെങ്കിലും ജീവിച്ചേ പറ്റുള്ളൂ അല്ലേ. നമ്മുടെ എണ്ണ പോയി കഴിഞ്ഞാലും അല്ലെങ്കിൽ നമുക്ക് പ്രിയപ്പെട്ട മറ്റുള്ളവർ ആരാണെന്നുണ്ടെങ്കിലും നമുക്ക് നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമ്മൾ ജീവിക്കാനുള്ളവർ ബാക്കി ജീവിച്ചേ പറ്റുള്ളൂ. ഓരോരുത്തർക്കും ജീവിതം എത്രത്തോളം ഉണ്ട് അല്ലെങ്കിൽ എങ്ങനെ എന്താ ഒന്നും നമുക്കറിയില്ലല്ലോ അല്ലേ. അങ്ങനെ ജീവിച്ചു പോകുമ്പോൾ പല രീതിയിൽ പറയുന്നവരും ഉണ്ടായിരിക്കാം, പല രീതിയിൽ പെരുമാറുന്നവരും ഉണ്ടായിരിക്കാം അല്ലേ. ചിലപ്പോൾ ചിലവർക്ക് ജീവിതം അവസാനിച്ചു എന്ന് തോന്നുന്ന ഒരു നിമിഷമായിരിക്കാം. സങ്കടം അല്ലെങ്കിൽ നമുക്ക് നഷ്ടപ്പെട്ടു പോയ ആ ഒരു എന്താ പറയുക, ആ ഒരു വ്യക്തിയുടെ സാന്നിധ്യം നമുക്ക് ഇല്ല എന്നുള്ളത് അറിയുമ്പോഴുള്ള മാനസികമായ വിഷമം. പക്ഷെ അത് മറ്റുള്ളവരുടെ മുന്നിൽ ചിലപ്പോൾ കാണിച്ചോളണമെന്നില്ല അല്ലേ. ചിലപ്പോൾ നമ്മൾ ഒറ്റയ്ക്ക് ഇരുന്നിട്ടായിരിക്കും കരയുക, അല്ലെങ്കിൽ നമ്മൾ നമ്മുടെ റൂമിൽ ഇരുന്നിട്ടാവും നമുക്ക്, അല്ലെങ്കിൽ നമുക്ക് ഓരോ ദിവസം ഓരോ ഡേറ്റ് അല്ലെങ്കിൽ ഓരോ മാസത്തിൽ നമുക്ക് ഓരോന്നിനും ഓരോ ഓർമ്മകളല്ലേ. നമുക്ക് ഓരോ വർഷങ്ങളിൽ ഓരോ മാസങ്ങളിൽ ഓരോ തീയതികൾ വരിക. അപ്പം നമ്മൾ ചിന്തിക്കും ആ തീയതിയിൽ നമ്മൾ ഇന്ന മാതിരി ചെയ്തു, അല്ലെങ്കിൽ ഇന്ന മാതിരി നമ്മൾ പോയി, അല്ലെങ്കിൽ ഇന്ന സ്ഥലത്തിലേക്ക് നമ്മൾ പോയി, അല്ലെങ്കിൽ ഇങ്ങനെ ഇപ്പോൾ ചിലപ്പോൾ ചുരുക്കം നമ്മളൊരു ഓട്ടോയിൽ പോവുകയാണ്, അല്ലെങ്കിൽ ഒരു ബൈക്കിൽ പോവുകയാണ്, അല്ലെങ്കിൽ കാറിൽ പോവുകയാണ്, അല്ലെങ്കിൽ നമ്മൾ പോയിട്ടുള്ള ഏതെങ്കിലും സ്ഥലങ്ങളിലൂടെ നമ്മൾ യാത്ര ചെയ്യുകയാണ്. അപ്പോൾ ആ യാത്ര ചെയ്യുമ്പോഴൊക്കെ നമുക്ക് ആ ഒരു ഓർമ്മകൾ വരും അല്ലേ. അപ്പോൾ ആ ഓർമ്മകളൊക്കെ വരുന്നുണ്ട്, ഇനി ഇല്ല, നമ്മുടെ കൂട്ടത്തിലില്ല എന്നുള്ള സത്യം നമ്മൾ വിശ്വസിച്ചേ മതിയാകൂ എന്നുണ്ടെങ്കിലും നമ്മൾ ചിലപ്പോൾ അത് ആ സത്യത്തിന് ഉൾക്കൊള്ളാതെ തന്നെ ജീവിച്ചു പോവും. എവിടേക്കോ ഉണ്ട് അല്ലെങ്കിൽ എവിടേക്കോ പോയിരിക്കുകയാണ് എന്നുള്ള രീതിയിൽ നമ്മൾ ജീവിച്ചു പോവും അല്ലേ. പിന്നെ ചടങ്ങുകളൊക്കെ കഴിഞ്ഞു, നമ്മുടെ വീട്ടിൽ വേറെ ആൾക്കാരൊക്കെ ഉണ്ട്, നമുക്ക് ഭക്ഷണം വെച്ച് തരാൻ ആൾക്കാരുണ്ട്, വീട്ടിലത്തെ കാര്യങ്ങൾ നോക്കാൻ ആൾക്കാരുണ്ട് എന്നുണ്ടെങ്കിൽ അതിൽ തന്നെ അപ്പോൾ മുറിയിൽ കഴിയുന്ന വ്യക്തികളുണ്ടായിരിക്കാം. പക്ഷെ അങ്ങനെയൊന്നും അല്ലാത്ത സാഹചര്യങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ചടങ്ങ് കഴിഞ്ഞ പിറ്റേ ദിവസം അടുക്കളയിൽ വന്ന് പണിയെടുക്കുന്നവരുണ്ടായിരിക്കാം. ഓരോരുത്തർക്കും ഓരോ സാഹചര്യങ്ങളല്ലേ. അപ്പം ചിലപ്പോൾ ഞാൻ പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട്, അതുകൊണ്ട് പറയാണ് കേട്ടോ.
പുറത്തേക്ക് പോകേണ്ട ആവശ്യങ്ങളുണ്ടായിരിക്കാം. അപ്പം അയ്യോ ചടങ്ങ് കഴിഞ്ഞിട്ടേ ഉള്ളൂ അല്ലേ, അപ്പോഴത്തേനും പുറത്തേക്ക് പോയി തുടങ്ങിയോ? അവർ പോകേണ്ട കാര്യത്തിന് അവർ പോകണ്ടേ, പോവാതിരിക്കാൻ പറ്റുമോ? ഇപ്പോൾ നമുക്ക് ബാങ്കിൻ്റെ ആവശ്യങ്ങളോ അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഓഫീസുകളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളോ ഒക്കെ പോകണമെന്നുണ്ടെങ്കിൽ നമുക്ക് പോയല്ലേ പറ്റുള്ളൂ. നമ്മൾക്കൊരു ജോലി ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ പോവാതിരിക്കുമോ, വീട്ടിലിരിക്കുമോ? ജോലി ഉണ്ടെന്നുണ്ടെങ്കിൽ ജോലിക്ക് പോയേ തീരുള്ളൂ. അപ്പം അത്രയേ ഉള്ളൂ. ഇതും അവനവൻ്റെ കാര്യങ്ങൾക്ക് നമ്മൾ പോയേ പറ്റുള്ളൂ വെച്ചാൽ അത് പോവന്നെ വേണം അല്ലേ. അവള് ഭർത്താവ് മരിച്ചു, അപ്പോഴത്തേനും ഇറങ്ങി നടന്നു തുടങ്ങി. മരിച്ചിട്ട് ചടങ്ങും കൂടി ആയിട്ട് കഴിഞ്ഞിട്ടില്ല, ഒരു മാസം കൂടി ആയിട്ടില്ല പറയും. അല്ലെങ്കിൽ ആണുങ്ങളെ പിന്നെ അങ്ങനെ പറയില്ല അല്ലേ, പുരുഷൻ ഭാര്യ മരിച്ചു കഴിഞ്ഞാൽ പിന്നെ അങ്ങനെ പറയില്ല. അതുപോലെ പുരുഷൻ രണ്ടാമത് വിവാഹം കഴിക്കാച്ചാലും പറയില്ല. സ്ത്രീ വിവാഹം കഴിക്കാച്ചാൽ അത് വലിയ ഒരു കാര്യമാണ്, ഒരു കൊട്ടി ഘോഷിക്കുന്ന കാര്യങ്ങളാണ്. അപ്പം ചില സ്ത്രീകൾ ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്, എൻ്റെ ഭർത്താവ് മരിച്ചിട്ട് എൻ്റെ ആങ്ങളമാരും ഭാര്യമാരും ഭർത്താവിൻ്റെ അനിയന്മാരും ഭാര്യമാരും എല്ലാവരും ഉണ്ടായിരുന്നു വീട്ടിൽ. അവരെന്നെ പോയിട്ട് സാധനങ്ങൾ മേടിച്ചിട്ട് വരും, അവരെന്നെ ഭക്ഷണം ഉണ്ടാക്കും. അപ്പോൾ ഞാൻ 3-4 മാസം ഞാനിങ്ങനെ കരഞ്ഞ് കിടക്കുന്നതായിരുന്നു. അപ്പോൾ അവർ ഭക്ഷണം ഉണ്ടാക്കും, ഞാൻ പോയി ഭക്ഷണം കഴിക്കും, വന്നിട്ട് കിടക്കും, കരയും അങ്ങനെയെന്ന്. അപ്പോൾ ഇത് കേട്ടപ്പോൾ സത്യത്തിൽ എനിക്ക് ചിരി വന്നു കേട്ടോ. കാരണം ഭക്ഷണം കഴിക്കാൻ അവർക്ക് പറ്റുന്നുണ്ടല്ലോ, അത്രയ്ക്ക് നമുക്ക് മാനസിക വിഷമം ഉണ്ടെന്നുണ്ടെങ്കിൽ ഭക്ഷണം കൂടി ഇറങ്ങില്ല അല്ലേ. എങ്ങനെയാ ഭക്ഷണം ഇറങ്ങുക? അപ്പോൾ ഇത് ഭക്ഷണം കഴിക്കും, റൂമിൽ വന്ന് കിടക്കും, കരയും. അപ്പോൾ വീട്ടിൽ കാര്യങ്ങൾ നോക്കാൻ ആൾക്കാരുണ്ട്, അതുകൊണ്ട് അവർക്കതൊരു ബുദ്ധിമുട്ടല്ല. അപ്പോൾ പ്രശ്നങ്ങളില്ല, കാര്യങ്ങളില്ല. അല്ല, വീട്ടിൽ കാര്യങ്ങൾ നോക്കാനായിട്ട് ആൾക്കാരില്ലാത്തവർക്ക് അവർ സ്വയം എഴുന്നേറ്റേ പറ്റുള്ളൂ, ഭർത്താവല്ല. ഇനി ആരെന്നെ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ നിന്ന് പോയാലും നമ്മൾ ജീവിക്കണം എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ വീട്ടിലത്തെ കാര്യങ്ങൾ നടക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ എഴുന്നേറ്റേ പറ്റുള്ളൂ വെച്ചാൽ എഴുന്നേൽക്കന്നെ ചെയ്യും. അപ്പം അതൊക്കെ വിഷമം ഉണ്ടേന്ന് പറഞ്ഞിട്ട് കിടക്കാനൊന്നും പറ്റില്ല. പിന്നെ ജീവിതങ്ങൾ നമ്മൾ ഓരോ ചട്ടക്കൂടിൽ അല്ലെങ്കിൽ നമ്മൾ ഓരോ ചിട്ടകളിൽ ജീവിച്ച് വളർന്നവർ. ഇപ്പം എൻ്റെയൊക്കെ പ്രായമുള്ളവരാണെന്നുണ്ടെങ്കിൽ നമ്മൾ കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞാൽ താലി ധരിക്കുക, അതുപോലെ സിന്ദൂരം തൊടുക, അതൊക്കെ ഒരു ദിവസം ചെയ്യാതിരുന്നാൽ നമുക്ക് വലിയ പേടിയല്ലേ. അപ്പോൾ സിന്ദൂരം തൊടാതിരുന്നാൽ തന്നെ നമുക്ക് ടെൻഷനാണ്, അല്ലെങ്കിൽ താലി ഇടാതിരുന്ന് കഴിഞ്ഞാൽ ടെൻഷനാണ്. ഇന്നിപ്പോൾ അങ്ങനെയൊന്നും ഇല്ല. ഇന്നത്തെ കുട്ടികൾ കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞാൽ സിന്ദൂരം തന്നെ തൊടുന്നില്ല. അപ്പോൾ പറയും കല്യാണം കഴിഞ്ഞ വ്യക്തിയാണ് അല്ലെങ്കിൽ സ്ത്രീയാണെന്ന് തിരിച്ചറിയാനാണ് സിന്ദൂരം തൊടുന്നത് അല്ലെങ്കിൽ താലി ഇടുന്നത് എന്ന് പറയും. അപ്പോൾ അങ്ങനെയല്ല, നമുക്കൊക്കെ ഓരോ വിശ്വാസപ്രകാരം നമ്മുടെ ഓരോ ചട്ടക്കൂടിൽ നമ്മൾ ജീവിച്ചു പോകുന്നതാണ്. അപ്പോൾ ആ ഒരു വിശ്വാസത്തിലാണ് നമ്മൾ അതൊക്കെ ചെയ്തിട്ടും പോന്നിട്ടുണ്ടായിരുന്നത് അല്ലേ. അപ്പോൾ എത്രയായാലും താലി നമുക്ക് കഴുത്തിൽ കിടക്കുമ്പോൾ ഒരു സുരക്ഷിത ബോധമാണ് താലി ഉണ്ടെന്നുണ്ടെങ്കിൽ. അപ്പം ഇന്നിപ്പോൾ ആരും അങ്ങനെ താലി ധരിച്ച് നടക്കണില്ല, അല്ലെങ്കിൽ സിന്ദൂരം തൊട്ട് നടക്കണില്ല. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടങ്ങളാണ്, നമ്മൾ അതിലേക്കൊന്നും കിടക്കണില്ല. അപ്പോൾ അങ്ങനെയൊക്കെ ജീവിച്ച് പോവുകയാണ് അല്ലേ. പിന്നെ മാത്രമല്ല ചിലപ്പോൾ ചിലവർ എത്രയോ നമ്മൾ കാണുന്നുണ്ട്, ഭർത്താവ് മരിച്ചിട്ട് 1 മാസം തികയുന്നതിന് മുൻപ് വിവാഹം കഴിക്കുന്നവരുണ്ട്. വിവാഹം കഴിച്ചോട്ടെ, കഴിക്കണ്ട ഒന്നും പറയണില്ല. പക്ഷെ നമ്മുടെ ഇത് പ്രകാരം നമ്മളൊരു വർഷമെങ്കിലൊക്കെ നമ്മൾ അങ്ങനെ നിൽക്കുമല്ലോ. അങ്ങനെയൊക്കെ ജീവിച്ചിട്ട് എന്നിട്ട് പിന്നെ ജീവിക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. ഒരു പുരുഷന് ഒരു സ്ത്രീയും ഒരു സ്ത്രീക്ക് ഒരു പുരുഷനും താങ്ങും തണലും ഒക്കെ ആവശ്യം തന്നെയാണ്, അത് വേണ്ട എന്ന് പറയണില്ല. പക്ഷേ നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ടല്ല, നമുക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ നമ്മുടെ മാനസിക വിഷമം അല്ലെങ്കിൽ നമ്മുടെ മനസ്സിൻ്റെ ചിന്തകൾ അല്ലെങ്കിൽ ആ ഒരു വ്യക്തിയോടുള്ള നമ്മുടെ ആ ഒരു ഓർമ്മ കാര്യങ്ങളൊക്കെ നമ്മൾ ചിന്തിച്ചുകൊണ്ട് നടക്കുന്നതും ഇരിക്കുന്നതും അല്ലേ. അത് മറ്റൊരാളെ കാണിക്കാനല്ലല്ലോ, നമ്മുടെ മനസ്സിലല്ലേ നമ്മുടെ വിഷമങ്ങൾ അറിയുക. അല്ലെങ്കിൽ നമുക്ക് എത്രത്തോളം ആ നഷ്ടപ്പെടൽ നമുക്ക് എത്രമാത്രം വേദനാജനകമാണ്, അല്ലെങ്കിൽ ജീവിതത്തിൽ നമുക്ക് എത്രമാത്രം മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട് എന്നുള്ളത് നമുക്കാണ് അറിയുള്ളൂ അല്ലേ. മറ്റൊരാൾക്ക് അതിനെക്കുറിച്ച് അറിയില്ല. അപ്പോൾ പറയുന്നവർക്ക് പറയാം, അല്ലാത്തവർക്ക് ഇതിനെക്കുറിച്ച് അറിയില്ല. പക്ഷെ ഓരോരുത്തരും അങ്ങനെ സംഭവിക്കാതിരിക്കട്ടെ, ഓരോരുത്തരും അവരവരുടെ ജീവിതാവസാനം വരെ അവരുടെ കൂടെ ഉണ്ടാവട്ടെ, അതല്ല ഞാൻ പറയുന്നത്. പക്ഷെ ഓരോരുത്തരും അങ്ങനെ ഒരു അവസ്ഥയിലൂടെ കടന്നു പോകുമ്പോഴാണ് ചിന്തിക്കുക ആ മനോവിഷമം. അല്ലെങ്കിൽ ചിലപ്പോൾ നമുക്ക് നമ്മുടേതായ ഒരുപാട് സ്വപ്നങ്ങൾ ഉണ്ടായിരിക്കാം, നമ്മൾ പല സ്ഥലങ്ങളിലേക്ക് പോകണമെന്ന് ചിന്തിച്ചിട്ടുണ്ടാവും, അല്ലെങ്കിൽ നമുക്ക് ഒന്നിച്ചൊരു സിനിമ കാണാൻ പോകണമെന്ന് ആഗ്രഹം ഉണ്ടായിട്ടുണ്ടാവും. അതൊന്നും നമുക്ക് ജീവിക്കുമ്പോൾ ആ ജീവിതത്തിൽ നമുക്ക് ആസ്വദിക്കാനോ ചെയ്യാനോ പറ്റിയിട്ടുണ്ടാവില്ല. പക്ഷേ പിന്നീട് നമ്മൾ ചിന്തിച്ചിട്ട് കാര്യമില്ല. നമ്മൾ ഒരെണ്ണം നഷ്ടപ്പെട്ടതിന് ശേഷം നമ്മളതിനെക്കുറിച്ച് ചിന്തിച്ചിട്ട് കാര്യമില്ല അല്ലേ. നമ്മൾ ജീവിക്കുമ്പോൾ നമ്മൾ ജീവിതം ആസ്വദിച്ച് ജീവിക്കാനും നമ്മൾ ജീവിതം എന്താന്നുള്ളത് അറിയാനും നമ്മൾ സ്വയം ശ്രമിക്കണം. നമ്മൾ ശ്രമിക്കാതെ നമ്മൾ മറ്റുള്ളവരെ കുറ്റം പറഞ്ഞിട്ടും കാര്യമില്ല. അല്ലെങ്കിൽ നമ്മുടെ ഇണ പോയതിന് ശേഷം അയ്യോ അങ്ങനെ ആവായിരുന്നു അല്ലെങ്കിൽ ആയില്ലല്ലോ നമ്മൾ ചിന്തിച്ചിട്ടും കാര്യമില്ല അല്ലേ. അപ്പോൾ നമുക്ക് ജീവിതത്തിൽ പ്രണയത്തിന് സ്ഥാനമുണ്ടോ ചോദിച്ചാൽ പ്രണയത്തിന് സ്ഥാനമുണ്ട്. ജീവിതം എന്ന് പറയുമ്പോൾ സ്ത്രീ ആണെങ്കിലും പുരുഷനാണെങ്കിലും നമുക്ക് എപ്പോഴും ഒരിടം
സ്വഭാവം മാത്രം കാണിച്ചുകൊണ്ട് നടക്കുന്ന ഒരു ഭർത്താവാണെന്നുണ്ടെങ്കിൽ നമുക്കും ഒന്നിനോടും ഒരു ഉത്സാഹം ഉണ്ടാവില്ല, പുറത്ത് പോകാനും താല്പര്യം ഉണ്ടാവില്ല അല്ലേ. മറ്റുള്ളവരുടെ മുമ്പിൽ വെച്ചിട്ട് നമ്മളതിനെ അവഹേളിക്കുക, അല്ലെങ്കിൽ നമ്മളതിനെ എപ്പോഴും കളിയാക്കി പറയുക, അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ നമ്മുടെ ഡ്രസ്സിങ്ങിനെ കുറിച്ച് കുറ്റം പറയുക. വീട്ടിൽ നിന്ന് ഇപ്പോൾ ചിലപ്പോൾ ഡ്രസ്സിങ് ഒന്നും ശ്രദ്ധിക്കില്ല, പുറത്ത് പോയാലാവും ചിലപ്പോൾ നിനക്ക് ഒരു വൃത്തിയില്ല, എന്തിട്ടിട്ട് നീ വന്നേക്കണത്, അങ്ങനെയൊക്കെ പറയുക. അങ്ങനെയൊക്കെ ആകുമ്പോൾ നമുക്കൊരു മാനസിക വിഷമം തന്നെയാണ്. അപ്പം നമ്മളോട് പറയാനുള്ളതും നമ്മളതിനെ കരുതലോടുകൂടി ശ്രദ്ധിച്ചിട്ട് അതായത് ഒരു ഭാര്യേനെ എങ്ങനെയൊക്കെ ശ്രദ്ധിക്കണം വെച്ചാൽ അതുപോലെ ശ്രദ്ധിച്ച് കൊണ്ട് നടക്കേണ്ടത് ഭർത്താവിൻ്റെ ഉത്തരവാദിത്തമാണ്. അതുപോലെ തന്നെ ഭർത്താവിനോട് സ്നേഹത്തോടും ബഹുമാനത്തോടും പിന്നെ നമ്മളെന്തെന്ന് സത്യസന്ധതയോടും വിശ്വസ്തയോടും കൂടി പെരുമാറേണ്ടത് ഒരു ഭാര്യയുടെയും ധർമ്മമാണ്. ഭാര്യയും ഭർത്താവും പരസ്പര ബഹുമാനം, വിശ്വാസം, സ്നേഹമൊക്കെ പുലർത്തിയാൽ തന്നെയാണ് ജീവിതം മുന്നോട്ട് പോകാനായിട്ട് പറ്റുള്ളൂ കേട്ടോ. ജീവിതം എന്ന് പറയുമ്പോൾ വെറുതെ ഒരു സ്ത്രീയും പുരുഷനും കല്യാണം കഴിച്ച് ജീവിച്ചു, ആ ജീവിതത്തിൽ മക്കളുണ്ടായി, അതുകൊണ്ട് ജീവിതാവില്ല. ജീവിതം എന്ന് പറയുന്നത് നമ്മൾ ജീവിക്കുമ്പോൾ പരസ്പരം ബഹുമാനം, സ്നേഹവും വിശ്വാസവും എല്ലാം ഉണ്ടായാൽ തന്നെയാണ് ജീവിതമുള്ളൂ. ഇല്ല എന്നുണ്ടെങ്കിൽ ആ ജീവിതം ഒരു ജീവിതമായിട്ട് കണക്കൂട്ടാനായിട്ട് പറ്റില്ല. വെറുതെ നമ്മൾ പറയുന്ന പോലെ വംശപരമ്പര നിലനിർത്തിക്കൊണ്ടു പോകാനുള്ളൊരു ഇത് മാത്രമാണ് വിവാഹം ഉണ്ടാവുള്ളൂ അല്ലേ. അപ്പോൾ ഭർത്താവിന് ഭാര്യയോടാണെങ്കിലും കരുതലും സ്നേഹവും ഉണ്ടാവണം, ഭാര്യയ്ക്ക് ഭർത്താവിനോടാണെങ്കിലും ഉണ്ടാവണം. എൻ്റെ ഭാര്യയ്ക്ക് ഞാൻ ചെയ്തു കൊടുത്താലാണ് കാര്യങ്ങളുള്ളൂ, അല്ലെങ്കിൽ എൻ്റെ ഭാര്യയ്ക്ക് ഞാൻ പല സ്ഥലങ്ങളിലേക്ക് കൊണ്ടുപോയാൽ അവൾക്ക് കാണാൻ പറ്റുള്ളൂ. ഞാൻ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം മാത്രമാണ് അവൾക്ക് അവളുടേതായ സ്വാതന്ത്ര്യം കാര്യങ്ങളും ഉണ്ടാവുള്ളൂ. അതിനുശേഷം അവൾക്ക് ഞാൻ ഇല്ലാതെ ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ അവളുടെ ജീവിതത്തിൽ മക്കൾ കൊണ്ടുപോകുണ്ടായിരിക്കാം, അല്ലെങ്കിൽ മക്കൾ കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നുണ്ടായിരിക്കാം. പക്ഷേ ഭർത്താവ് ഉള്ളിടത്തോളം കാലം നമുക്ക് കിട്ടുന്ന ആ സ്വാതന്ത്ര്യം, നമുക്ക് എന്തും ഏതും പറയാനുള്ളൊരു സ്വാതന്ത്ര്യം, ആ ഒരു വ്യക്തി സ്വാതന്ത്ര്യം പോലും ഭർത്താവ് ഉണ്ടെങ്കിലാണ് നമുക്ക് കൂടുതലായിട്ട് ഉണ്ടാവുക. അതുപോലെ തന്നെ പുരുഷനാണെന്നുണ്ടെങ്കിലും ഭാര്യ ഉണ്ടെങ്കിൽ മക്കൾ എന്തെങ്കിലുമൊക്കെ പറയുമ്പോൾ ഒരു വിഷമമൊക്കെ തോന്നി, അല്ലെങ്കിൽ അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ ഭാര്യ ഉണ്ടെങ്കിൽ ഭാര്യ പറയാം അതായത് അവരങ്ങനെ പറഞ്ഞതല്ല, അതിങ്ങനെയാണ് എന്നൊരു വാക്ക് പറയുമ്പോൾ അപ്പോൾ ആ മനസ്സിൻ്റെ വിഷമം പോവും അല്ലേ. അപ്പോൾ ഭാര്യ ഉള്ളിടത്തോളം കാലമാണ് പുരുഷനും അതായത് ഭർത്താവിനും ജീവിതാവസാനം വരെ ഭാര്യ കൂടെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഭർത്താവിനും നല്ലൊരു കാര്യമാണ്, ഭർത്താവ് കൂടെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഭാര്യയ്ക്കും നല്ലൊരു കാര്യമാണ്. ആരെങ്കിലും ഒരാൾ നഷ്ടപ്പെടുമ്പോൾ ആ ഒരു വേദന അല്ലെങ്കിൽ ആ ഒരു വിഷമം മറ്റൊരാളോട് പങ്കുവെക്കാനായിട്ട് പറ്റില്ല. നമുക്കത് സ്വയം ചിന്തിച്ച് ചിലപ്പോൾ മനസ്സിൻ്റെ പല വിഷമങ്ങളുണ്ടായിരിക്കും. നമ്മുടെ ഭർത്താവിനോട് നമുക്ക് തുറന്ന് പറയുന്ന പോലെ, അല്ലെങ്കിൽ നമ്മുടെ ഭാര്യയോട് നമുക്ക് തുറന്ന് പറയുന്നത് പോലെ നമ്മുടെ അച്ഛനോ അമ്മയോ അല്ലെങ്കിൽ മക്കളോ ഉണ്ടായിക്കോട്ടെ, അല്ലെങ്കിൽ നമുക്ക് സഹോദരങ്ങളുണ്ടായിക്കോട്ടെ, നമുക്ക് പറയാനായിട്ട് പറ്റില്ല. കാരണം അവരോട് നമുക്ക് എന്തും പറയാം, നമുക്ക് വേണ്ടിയിട്ട് എന്തും അവർ ചെയ്തു തരാനും, അല്ലെങ്കിൽ നമ്മളോട് ആരെങ്കിലും ചിലപ്പോൾ മക്കൾ തന്നെ നമ്മളോട് ദേഷ്യപ്പെട്ട് കഴിഞ്ഞാൽ മക്കളോട് ചോദ്യം ചോദിക്കാനായിട്ടും ഭർത്താവ് അല്ലെങ്കിൽ ഭാര്യ കൂടെ ഉണ്ടെന്നുണ്ടെങ്കിൽ ചോദിക്കും അല്ലേ. നീ എന്താടാ അച്ഛനോട് അങ്ങനെ പറഞ്ഞത്, അല്ലെങ്കിൽ നീ എന്താടി അങ്ങനെ പറഞ്ഞത്, അല്ലെങ്കിൽ നീ അമ്മോട് എന്താ അങ്ങനെ പറയണത്, അമ്മ എത്ര കഷ്ടപ്പെട്ടിട്ട് നിനക്ക് കാര്യങ്ങളൊക്കെ ചെയ്തു തരണില്ലേ, അമ്മ എന്തെങ്കിലും കാര്യങ്ങൾ അമ്മയുടേതായിട്ടുള്ള കാര്യങ്ങൾ പറയുന്നുണ്ടോ, അങ്ങനെയൊക്കെ ഒരു ഭർത്താവ് ഉണ്ടെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ അച്ഛൻ മക്കളോട് ചോദിക്കും അല്ലേ. ആ ഒരു സ്വാതന്ത്ര്യം അല്ലെങ്കിൽ നമുക്ക് കിട്ടാനുള്ള ആ ഒരു കരുതൽ നമുക്ക് എവിടെ നിന്നും വേറെ കിട്ടില്ല അല്ലേ. നഷ്ടപ്പെടുമ്പോഴാണ് അത് കൂടുതലായിട്ട് നമുക്ക് മനസ്സിലാവുക. അതുപോലെ തന്നെ ഞാൻ പറഞ്ഞു പ്രണയത്തിന് ജീവിതത്തിൽ ഒരുപാട് പ്രണയം എന്ന് പറയുമ്പോൾ ജീവിതത്തിൽ നമുക്ക് ആവശ്യമുള്ളൊരു കാര്യം തന്നെയാണ്. അവരുടെ സ്വഭാവം കാണിക്കാതെ നമ്മുടെ പ്രണയം കാണിക്കുന്നത് പല രീതിയിലുണ്ട്. നമ്മൾ മറ്റുള്ളവരുടെ മുമ്പിൽ വെച്ച് കെട്ടിപ്പിടിച്ച് നടക്കണം, അല്ലെങ്കിൽ മറ്റുള്ളവരുടെ മുമ്പ് കൂടെ നമ്മൾ ഉമ്മ വെക്കണം, അതൊന്നും ഞാൻ പറയണില്ല. എന്നൊക്കെ ഇപ്പം നമ്മൾ അങ്ങനെ കാണുന്നുണ്ട് അല്ലേ. ആരുണ്ടോ ഇല്ലയോ ഒന്നും പ്രശ്നമല്ല. പല രീതിയിലും ബെഡ്റൂമിൽ ചെയ്യേണ്ട പല കോപ്രായങ്ങളും ഹാളിലും മുറ്റത്തും റോട്ടിലൊക്കെ നിന്ന് ചെയ്യുന്നവരുണ്ട് ഇന്നത്തെ സമൂഹത്തിലെ കുട്ടികൾ. അപ്പോൾ അങ്ങനെയല്ല പറയുന്നത്. നമുക്കൊരു ബെഡ്റൂം എന്തിനാ, നമുക്ക് ബെഡ്റൂമിൽ നമ്മുടെ സ്വതന്ത്രമായിട്ട് നമുക്ക് എന്ത് വേണമെങ്കിൽ നമുക്ക് ആവാം. പക്ഷെ പുറത്തിറങ്ങിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മറ്റുള്ളവരെയൊക്കെ ഒന്ന് മാനിക്കണം. മറ്റുള്ളവർ നമ്മളോട് കൂടെ ഉണ്ട്, അല്ലെങ്കിൽ മറ്റുള്ളവരുടെ മുമ്പിൽ വെച്ചിട്ട് നമ്മൾ ഇങ്ങനെ ചെയ്യാൻ പാടില്ല. നമ്മൾ സ്വയം ചിന്തിക്കണം അല്ലേ. അത് സ്ത്രീ ആണെങ്കിലും പുരുഷനാണെങ്കിലും ചിന്തിക്കണം. അപ്പോൾ കരുതൽ എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു പല രീതിയിലുണ്ട്. ചിലപ്പോൾ നമുക്ക് ഒരു സാരി എടുത്ത് തരുന്നതായിരിക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും ഡ്രസ്സുകൾ എടുത്ത് തരുന്നതായിരിക്കാം, അല്ലെങ്കിൽ നമ്മൾ ഉണ്ടാക്കുന്ന ഭക്ഷണം നന്നായി എന്ന് നമ്മളോട് പറഞ്ഞിട്ട് സന്തോഷമായിട്ട് ഇരുന്ന് കഴിക്കുന്നത്, അല്ലെങ്കിൽ നിനക്ക് ഞാനുണ്ട് എന്ന് പറഞ്ഞിട്ട് നമ്മളതിനെ ഒന്ന് തല ഓടുന്നത്, അല്ലെങ്കിൽ ഒന്ന് നമ്മളതിനെ ഒന്ന് തൊട്ടാൽ മതി അല്ലേ.
ഈ ഒരു തൊടലുണ്ട് നമുക്ക്, ആ ഒരു കരുതൽ, സ്നേഹം എന്നൊക്കെ അത് പറഞ്ഞറിയിക്കാനായിട്ട് പറ്റില്ല. പിന്നെ നീ എന്തിനാ വിഷമിക്കണത്, നിനക്ക് ഞാനില്ലേ, അല്ലെങ്കിൽ നിനക്ക് എന്താ എന്നോട് പറഞ്ഞൂടെ എന്ന് പറഞ്ഞ ആ ഒരു വാക്ക് മതി നമുക്ക് ചെയ്തു തന്നില്ലെങ്കിലും അല്ലേ. ചിലപ്പോൾ സാമ്പത്തികമായ ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരിക്കാം, അല്ലെങ്കിൽ ജീവിതത്തിലെ തിക്കും തിരക്കുകളായ ജീവിതത്തിൽ കൂടെ നടന്നു പോകുമ്പോഴും പല കാര്യങ്ങളും നമുക്ക് ചെയ്തു തരാൻ പറ്റിയില്ലെങ്കിൽ പോലും നമ്മളോട് ഈ ഒരു വാക്ക് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ നമ്മുടെ എല്ലാ വിഷമങ്ങളും തീരും അല്ലേ. അത് പുരുഷൻ സ്ത്രീയോട് പറയുകയാണെന്നുണ്ടെങ്കിലും സ്ത്രീ പുരുഷനോട് തൻ്റെ കരുതൽ കാണിക്കുകയാണെന്നുണ്ടെങ്കിലും അതിനൊക്കെ അവർ ഒരുപാട്, അത് നമ്മൾ മനുഷ്യനല്ലേ, നമ്മൾ സ്നേഹം കൊതിക്കാത്തവരാരെങ്കിലും ഉണ്ടോ? സ്നേഹം കിട്ടാനും അതുപോലെ തന്നെ സ്നേഹം കൊടുക്കാനും എല്ലാവർക്കും ഇഷ്ടം തന്നെയാണ് അല്ലേ. സ്നേഹിക്കാൻ എല്ലാവർക്കും ഇഷ്ടം തന്നെയാണ്. സ്നേഹം കിട്ടുക എന്ന് പറഞ്ഞാൽ ആർക്കും ഇഷ്ടക്കേടില്ല. അപ്പോൾ നമുക്കതൊരു കിട്ടുന്നതും കൊടുക്കുന്നതും, നമ്മൾ സ്നേഹം വാങ്ങുന്നതും സ്നേഹം കൊടുക്കുന്നതും നമുക്കതൊരു സന്തോഷമുള്ള കാര്യം തന്നെയാണ്. അപ്പോൾ ജീവിതത്തിൽ നമ്മൾ ഒന്നിച്ച് പോകുന്ന സമയത്ത് ഇതൊക്കെ നമുക്ക് പരസ്പരം കൊടുക്കൽ വാങ്ങലുകൾ ഉണ്ടായാൽ തന്നെയാണ് ജീവിതം മുന്നോട്ട് പോകാനായിട്ട് പറ്റുള്ളൂ. ഈ കൊടുക്കൽ വാങ്ങലുകൾ ഇല്ലാതെ ജീവിതം മുന്നോട്ട് പോയി പക്ഷേ നഷ്ടപ്പെട്ട വേദന നമ്മൾ അനുഭവിക്കുകയും ചെയ്യുക, ജീവിതത്തിൽ ഒന്നും നമുക്ക് ലഭിച്ചില്ല എന്ന് വെച്ച് കഴിഞ്ഞാലുള്ള മാനസിക വിഷമം എത്രയായിരിക്കും അല്ലേ. അപ്പോൾ ജീവിതത്തിൽ ഇനിയെങ്കിലും ജീവിക്കാൻ മറന്നു പോയവരാണെന്നുണ്ടെങ്കിൽ ജീവിതത്തിൽ ഇതുപോലെ നമ്മൾ പരസ്പരം താങ്ങും തണലായി, പരസ്പര വിശ്വാസത്തോടു കൂടി, പരസ്പര ബഹുമാനത്തോടു കൂടി, പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ സ്നേഹവും കരുതലും പങ്കുവെച്ചുകൊണ്ട് ജീവിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ ഭാര്യ ഭർത്താവുള്ളപ്പോൾ തന്നെയാണ് ഭാര്യയ്ക്ക് എവിടെ പോകാനും എന്തിനും സ്വാതന്ത്ര്യം. അതുപോലെ തന്നെ നമുക്ക് നമ്മുടെ ആളുടെ കൂടെ പോകുമ്പോൾ ഒരു ധൈര്യം തന്നെയാണ് അല്ലേ. നമ്മുടെ മക്കളൊക്കെ എങ്ങനെ എവിടെ പോകണക്ക് കൊണ്ടുപോകും അതല്ല പറയുന്നത്, പക്ഷെ ഭർത്താവിൻ്റെ കൂടെ പോകുമ്പോൾ ആ ഒരു സ്വാതന്ത്ര്യം, ആ ഒരു സന്തോഷം നമുക്ക് വേറെ എവിടെ നിന്നും കിട്ടില്ല. അപ്പം കഴിയുന്നതും ഭാര്യയെ നമ്മൾ പുറത്തൊക്കെ കൊണ്ടുപോകാനും അവർക്ക് വേണ്ട എന്തെങ്കിലും കാര്യങ്ങൾ അവരുടെ ഇഷ്ടങ്ങൾക്ക് വാങ്ങിച്ചു കൊടുക്കാനും ഒക്കെ ശ്രമിക്കുക വേണം അല്ലേ. ജീവിതം നമ്മൾ ജീവിക്കുമ്പോൾ ഇങ്ങനെ ആസ്വദിച്ച് ജീവിച്ചാൽ തന്നെയാണ് ജീവിച്ചു എന്നൊരു തോന്നൽ നമുക്കുള്ളൂ. അല്ലെങ്കിൽ നമുക്ക് അങ്ങനെ ചെയ്യാമായിരുന്നു, അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്യാമായിരുന്നു, അങ്ങനെ ചിന്തിക്കാൻ തന്നെ പറ്റുള്ളൂ. ചിന്തിച്ചിട്ടും കാര്യമില്ല. ഏതെങ്കിലും ഒരു പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ അങ്ങനെ ചിന്തിച്ചിരുന്നിട്ട് കാര്യമുണ്ടോ? അപ്പോൾ ജീവിതം നമ്മൾ നരകതുല്യമായിട്ട് ജീവിച്ചിട്ട് അതിൽ ചിലപ്പോൾ ഏതെങ്കിലും ഒരു പോയിന്റിൽ മാത്രം നമ്മൾ ഓർക്കാനുള്ള സ്നേഹം അല്ലെങ്കിൽ നമ്മളോട് ഉണ്ടായിട്ടുള്ള കാര്യങ്ങൾ ഓർത്ത് ജീവിക്കുന്നതിനേക്കാളും ഭേദം നല്ലതുപോലെ മനസ്സുകൊണ്ട് നമുക്ക് നല്ല കാര്യങ്ങളും പരസ്പര വിശ്വാസത്തോടു കൂടി ചെയ്തു തരുമ്പോൾ അതൊരു സന്തോഷം ഒന്ന് വേറെ തന്നെയാണ് അല്ലേ. അപ്പോൾ ജീവിതം പലർക്കും പല രീതിയിലാണെന്നുണ്ടെങ്കിലും ജീവിക്കാനായിട്ട് എല്ലാവരും ശ്രമിക്കുക വേണം. സാമ്പത്തികമാണ് എല്ലാവരും മുൻപന്തിയിൽ എന്ന് പറയും, പക്ഷെ സാമ്പത്തികം കുറഞ്ഞവരാണെങ്കിൽ പോലും ഇന്ന് ജീവിക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട് കേട്ടോ. ഞാൻ പലരും കാണുമ്പോൾ അങ്ങനെയാണ്. സാമ്പത്തികം ഉണ്ടോ ഇല്ല എന്നുള്ളതല്ല, ടൂർ പോവുക, സിനിമയ്ക്ക് പോവുക, ഇടയ്ക്കൊക്കെ ഒന്ന് പുറത്ത് പോയിട്ട് ഭക്ഷണം കഴിക്കുക, ഇങ്ങനെ എല്ലാവരും ഒരുവിധം ജീവിതം ആസ്വദിക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. ഒന്നിച്ച് നിന്നൊരു ഫോട്ടോ എടുക്കുക, ചുരുക്കം ഒന്നിച്ചൊരു ഭാര്യയും ഭർത്താവും കൂടെ ഒരു ഫോട്ടോ പോലും ഇല്ലാത്തവർ എത്രയോ പേരുണ്ട് അല്ലേ. അപ്പോൾ പലരും ഞാൻ ഇന്ന് കണ്ടിട്ടുണ്ട്, പലരും പ്രായമായി, മക്കൾ വലുതായി, അതുകൊണ്ട് പുറത്ത് പോകുമ്പോൾ കൈ പിടിക്കാൻ പാടില്ല, അല്ലെങ്കിൽ ഒന്നിച്ച് നിന്ന് ഫോട്ടോ എടുക്കാൻ പാടില്ല, ആൾക്കാരെന്താ ചിന്തിക്കുക എന്ന് പറയുന്ന പല വ്യക്തികളെയും ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷേ ഇന്ന് ഞാനിപ്പോൾ അവരെ കാണുമ്പോൾ, കാരണം അവർക്ക് മനസ്സിലായി ജീവിതത്തിൽ എപ്പോഴാണ് നമ്മൾ ഒരാളെ വിട്ടു പോകുന്നത് എന്ന് പറയാനായിട്ട് പറ്റില്ല എന്നുള്ളത് എന്തോ അവർക്ക് പാഠങ്ങൾ മനസ്സിലായി. എനിക്ക് തോന്നുന്നു അവരുടെ കൂട്ടത്തിലൊരു വ്യക്തി പോയത് കൊണ്ട് അവരത് മനസ്സിലാക്കിയിട്ട് ഇന്ന് അവർ സന്തോഷമായിട്ട് ആ വ്യക്തികൾ ജീവിക്കുന്നുണ്ട്. ഓരോ സ്ഥലങ്ങളിലേക്ക് പോകുമ്പോൾ ഭാര്യയും ഭർത്താവും ഒന്നിച്ച് ആ പ്രായത്തിനെ മറികടന്ന്, വേറെ കോപ്രായം കാണിക്കാന്നല്ല ഞാൻ പറയുന്നത്, പക്ഷെ ഫോട്ടോ എടുക്കും, ഒന്നിച്ചുള്ള പോക്കും എല്ലാം കാണുമ്പോൾ എനിക്കത് കാണുമ്പോൾ ഒരു സന്തോഷം തന്നെയായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ മനസ്സിൽ വിചാരിച്ചു, ഓരോരുത്തരും അങ്ങനെ മാറ്റം, മനസ്സുകൊണ്ടൊരു മാറ്റം എല്ലാവർക്കും ആവശ്യമാണ്. ജീവിതം എന്നത് നമ്മൾ ജീവിക്കുമ്പോൾ തന്നെ അറിയുള്ളൂ. ഈ ജന്മത്തിൽ എന്തുണ്ടായേ നമുക്ക് ഇപ്പോഴല്ലേ അറിയുള്ളൂ. നമുക്ക് ഈ ഓർമ്മ ഉള്ളിടത്തോളം കാലമാണ് ഇതിനെക്കുറിച്ച് ചിന്തിക്കാനായിട്ട് കഴിയുള്ളൂ. നമ്മുടെ ഓർമ്മ നശിച്ചു പോയിട്ട് നമുക്ക് വല്ല കാര്യമുണ്ടോ? അല്ലെങ്കിൽ നമ്മൾ ഇനി അടുത്ത ജന്മം ഉണ്ട് നമ്മൾ ചിന്തിച്ച് കഴിഞ്ഞിട്ട് അങ്ങനെ ജീവിച്ചിട്ട് കാര്യമുണ്ടോ? അടുത്ത ജന്മം ഉണ്ടോ ഇല്ലയോ നമുക്കറിയോ? അല്ലെങ്കിൽ നമ്മൾ കഴിഞ്ഞ ജന്മത്തിൽ എങ്ങനെയാണ് ഉണ്ടായിരുന്നത് നമുക്കറിയോ? അറിയില്ല. അപ്പം നമ്മളിപ്പോൾ ജീവിക്കുമ്പോൾ മാത്രം നമ്മൾ ജീവിച്ചു പോവുക, അത്രമാത്രം എനിക്ക് എൻ്റെ കൂട്ടുകാരോട് പറയാനുള്ളൂ. ഇന്നത്തെ എൻ്റെ വിശേഷം ഇത്രയൊക്കെ തന്നെയുള്ളൂ. എൻ്റെ കൂട്ടുകാർക്ക് ഇഷ്ടമായി ഉണ്ടാവുമെന്ന് വിചാരിക്കണം. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ പുതിയതായി കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. അടുത്തൊരു വിശേഷവുമായി വേഗത്തിൽ വരുന്നതാണ്. അതുവരേക്കും നന്ദി, നമസ്കാരം. നിങ്ങളുടെ സ്വന്തം ജോ. വീണ്ടും കാണാം. ബൈ, സി യു.